6-ാമത്തെ വയസ്സിലാണ് ആയിഷ ബീവിയെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്യുന്നത്. ഇന്ന് പലരും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഇസ്ലാമിനെയൊക്കെ വിമർശിക്കാൻ വേണ്ടി ഈ വാദം അവരുടെ വാദങ്ങളിൽ ഇടയ്ക്കിടെ എടുത്തുദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ പ്രായത്തിൻ്റെയും വാദങ്ങൾക്കൊക്കെ മറുപടി പറയുന്നതിന് മുൻപ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ആയിഷ ബീവിയുടെയും വിവാഹത്തിൻ്റെ മനോഹരമായ കഥ പറയണമെന്നുണ്ട്. വരൂ, കഥയിലേക്ക് ഇരിക്കാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വളരെ വേദനയേറിയൊരു ദിവസമായിരുന്നു ഖദീജ ബീവിയുടെ വിയോഗം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇസ്ലാമികമായി ഒരു പ്രബോധന ദൗത്യവുമായി വന്നപ്പോൾ, സമൂഹം മുഴുവനും പ്രവാചകനെ കളവാക്കിയപ്പോൾ, എതിർത്തപ്പോൾ, കൂടെ നട്ടെല്ലായി തണലായി പ്രവാചകന് സമാശ്വാസമായി നിന്നിരുന്ന ഖദീജ ബീവി ഒരിക്കൽ വിടവാങ്ങുകയാണ്. പ്രവാചകന് താങ്ങാനാവാത്ത വിഷമമായിരുന്നു ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നത്. അതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ ഈ സീരീസിലൂടെ ചർച്ച ചെയ്തതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തുടക്കം മുതൽ അവസാനം വരെ സംസാരിക്കുന്ന മുഹമ്മദ് എന്ന സീരീസിലാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഹൗല എന്ന മക്കയിലുണ്ടായിരുന്ന ഒരു സ്ത്രീ. ഇന്നത്തെ കാലത്ത് അവരൊരു ബ്രോക്കറാണ് എന്ന് നമുക്ക് പറയാം. മക്കയിലുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ കല്യാണം ശരിയാക്കി കൊടുത്തിരുന്ന സ്ത്രീയാണ് അവർ. പ്രവാചകനോട് പ്രത്യേക ഒരു കാരുണ്യം കൊണ്ട് തന്നെയാണ് അന്ന് വീട്ടിലേക്ക് വരികയും പറയുന്നുണ്ട്, നബിയെ നിങ്ങളിങ്ങനെ വിഷമിച്ചിരുന്നാൽ മതിയോ, 2 പെൺകുട്ടികളുണ്ട് ഖദീജ ബീവിയിൽ, അവരെയൊക്കെ നോക്കണ്ടേ, നമുക്ക് മറ്റൊരു വിവാഹത്തെപ്പറ്റി ആലോചിക്കേണ്ട പ്രവാചകരെ എന്ന് ചോദിക്കുന്നുണ്ട്. ആരാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് ഹൗല ബീവിയോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു. 2 ആളുകളെയാണ് ഹൗല ബീവി പറയുന്നത്. അതിലൊന്നാമത്തേത് വിധവയായ സൗദ ബീവിയാണ്. അവരുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെയൊക്കെ ചർച്ച ചെയ്തതാണ്. മറ്റൊന്ന് കന്യകയായിട്ടുണ്ടായിരുന്ന ആയിഷ ബീവിയായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയിഷ ബീവിയുടെ പേര് പറഞ്ഞപ്പോൾ പ്രവാചകനൊന്ന് ഞെട്ടുന്നുണ്ട്. കന്യകയായ ആയിഷ ബീവി. കാരണം തലേ ദിവസം രാത്രി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പ്രവാചകൻ്റെ സ്വപ്നത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ട്. പട്ടിൽ പൊതിഞ്ഞ ഒരു പെൺകുട്ടിയുമായിട്ടാണ് ജിബ്രീൽ വരുന്നത്. കന്യകയായിരുന്ന ആ പെൺകുട്ടി അത് ആയിഷ ബീവി ആയിരുന്നു എന്ന് പിന്നീട് ആയിഷ ബീവിയോട് തന്നെ വിവാഹശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ വിവാഹം നടക്കണമെന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു. അങ്ങനെ ഹൗല ബീവിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഹൗല ബീവി സന്തോഷത്തോടെ പോകുന്നു. ആദ്യം ചെല്ലുന്നത് സൗദാബിയുടെ വീട്ടിലേക്കാണ്. അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നു. പ്രവാചകൻ എന്ന ഇത്രയും മൂർത്തിഭാവമായ സ്വഭാവത്തിൻ്റെ ഗുണങ്ങളിൽ കാര്യത്തിൽ അത്രയും ഉന്നതനായ മനുഷ്യനായിട്ടൊരു വിവാഹ ബന്ധം ലഭിക്കുക എന്നുള്ളത് വളരെ മഹത്തരമായ കാര്യമായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റു വിവാഹ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. ഈ ഒരു 2 സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. സൗദ ബീവിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും, വിധവയായ സ്ത്രീയായിരുന്നു. മുൻപ് വിവാഹം കഴിച്ചിട്ടുണ്ട്. മാത്രമല്ല ശാരീരിക പ്രകൃതങ്ങൾ വെച്ചുകൊണ്ട് കാണാൻ വലിയ സൗന്ദര്യമൊന്നുമില്ലാത്തൊരു സ്ത്രീയായിരുന്നു. എന്നിട്ടും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിധവാ സംരക്ഷണം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ തൻ്റെ കുട്ടികളുടെ സംരക്ഷണം എന്ന നിലയ്ക്കൊക്കെയാണ് ആ സ്ത്രീയെ വിവാഹം കഴിക്കുന്നത്. അതിൻ്റെ ഒരുപാട് വശങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മൾ ആയിഷ ബീവിയുടെ ചരിത്രത്തിലേക്കാണ് വരുന്നത്. ഹൗല ബീവി പിന്നീട് നേരെ ചെല്ലുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്കാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ കുട്ടിയെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവാഹം ആലോചിക്കാൻ വന്നതാണ്. അബൂബക്കർ തങ്ങൾ ആ സമയത്ത് വീട്ടിലില്ല. അവിടെയുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. ഭാര്യ വളരെ സന്തോഷത്തോടെയാണ് ആ വാർത്ത കേൾക്കുന്നത്. എൻ്റെ മകൾക്ക് പ്രായമായിട്ടില്ല, വിവാഹം കഴിക്കാനുള്ള സമയമായിട്ടില്ല എന്നൊന്നുമല്ല ആ ഉമ്മ പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലില്ല, അവർ വന്നിട്ട് ഞങ്ങൾ മറുപടി പറയാമെന്നാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ഈ വാർത്ത പറയുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ സന്തോഷത്തോടെ ആ വാർത്ത കേൾക്കുകയാണ്. കാരണം തൻ്റെ ജീവനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മകളെ വിവാഹം കഴിക്കുകയോ. ഒരേ ഒരു വിഷമം മാത്രമാണ് അബൂബക്കർ തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അത് അബൂബക്കർ തങ്ങൾ ആ ഹൗല ബീവിയോട് പറയുകയും ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ മകളുടെ വിവാഹം നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജുബൈർ ബിൻ മുത്തഇം എന്ന ഒരു ആളുമായിട്ട് ഈ ആയിഷ ബീവിയുടെ വിവാഹം നേരത്തെ, അഥവാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹാലോചനയുമായി ചെല്ലുന്നതിന് മുൻപേ ആയിഷ ബീവിയുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ വാക്ക് മാറ്റി പറയുക എന്നുള്ളൊരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അവരുമായിട്ട് സംസാരിച്ചിട്ടൊരു തീരുമാനമെടുക്കാം എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്. അല്ലാതെ തൻ്റെ മകളെ വിവാഹം കഴിക്കാൻ പ്രായമായിട്ടില്ല എന്നൊന്നുമല്ല.
നേരെ ജുബൈർ ബിൻ മുത്തൈമിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ മുത്തൈമും അവരുടെ ഭാര്യയുമായിട്ട് സംസാരിക്കുന്നു. ആ സമയത്ത് അവർ പറയുന്നത്, ഞങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ വിവാഹത്തിന് താല്പര്യമില്ല, കാരണം നിങ്ങളൊരു പുതിയ മതം സ്വീകരിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ മകനെ നിങ്ങളുടെ മകൾക്ക് വിവാഹം ചെയ്തു തന്നാൽ ആ മകള് ഞങ്ങളുടെ മകൻ്റെ മതം മാറ്റുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു പുതിയ മതം സ്വീകരിച്ച ആളുകളല്ലേ, അതുകൊണ്ട് നിങ്ങളോട് ഒരിക്കലും ഞങ്ങൾക്ക് വിവാഹത്തിന് താല്പര്യമില്ല, അതിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറയുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഏകദേശം അത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. വളരെ സന്തോഷകരമായി ഹൗല ബീവിയുടെ അടുത്തേക്ക് ഹൗല ബീവി നേരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഈ സന്തോഷകരമായ കാര്യങ്ങൾ മുഴുവനും പങ്കുവെക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തിന് ശേഷം മക്കയിൽ വെച്ചുകൊണ്ട് തന്നെ ആയിഷ ബീവിയുടെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും നിക്കാഹ് കർമ്മം നടക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ആയിഷ ബീവിയുടെയും നിക്കാഹ് കഴിഞ്ഞു എന്നതോടുകൂടെ അവർ ഒരുമിച്ച് ജീവിക്കാനൊന്നും തുടങ്ങുന്നില്ല. ആയിഷ ബീവി അവരുടെ വീട്ടിൽ തന്നെയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അവരുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ് കഴിയുന്നത്. ഒരുമിച്ച് ജീവിക്കാനൊന്നും തുടങ്ങുന്നില്ല. കാലങ്ങൾ അങ്ങനെ ഒരുപാട് കഴിഞ്ഞുപോയി. ഹിജറ സംഭവിക്കുകയാണ്. ഹിജറയുടെ ചരിത്രമൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ഈ സീരീസിലൂടെ ഒക്കെ പറഞ്ഞു വെച്ചതാണ് ചരിത്രം. അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ഹിജറയുടെ ചരിത്രം മുഴുവനും നമുക്ക് പറഞ്ഞു തരുന്നത് ആയിഷ ബീവിയാണ് എന്നുള്ളതാണ്. പിന്നെ മദീനയിലേക്ക് എത്തി ഹിജറ 1-ാം വർഷം ഷവ്വാൽ മാസത്തിൽ, അന്ന് ആയിഷ ബീവിക്ക് പ്രായം 9 വയസ്സും ചില മാസങ്ങളുമാണ്. ആയിഷ ബീവിയുടെ പ്രായപൂർത്തിയായി എന്നറിഞ്ഞതിന് ശേഷമാണ് പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അതിന് പിന്നിൽ വളരെ ഇമോഷണലായിട്ടുള്ള ഒരുപാട് രംഗങ്ങളുണ്ട്. അബൂബക്കർ തങ്ങൾ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ, എൻ്റെ മകളെ നിങ്ങൾ നിക്കാഹ് കഴിഞ്ഞിട്ട് 3 വർഷമായി, ഇതുവരെ കൂട്ടിക്കൊണ്ടുപോകുന്നില്ലേ നബിയെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, അബൂബക്കർ, നിങ്ങളുടെ മകൾക്ക് ഞാൻ പറഞ്ഞിരുന്ന മഹർ തരാൻ എൻ്റെ കയ്യിലില്ല, ഞാൻ പറഞ്ഞ് ഉറപ്പിച്ചിരുന്ന മഹർ തരാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല അബൂബക്കർ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മദീനയാണിത്. സമ്പത്തിൻ്റെ പളപളപ്പിൽ മൂടാൻ മാത്രമുള്ള സമ്പത്ത്. ഉഹുദ് മല വന്ന് സ്വർണ്ണമാകട്ടെ നബിയെ എന്ന് ചോദിക്കുന്ന ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ സമ്പത്തിൻ്റെ അടിമുടിയിൽ നിൽക്കുന്ന അവസ്ഥയിൽ ഇസ്ലാമിക സാമ്രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ അധിപനായിരുന്ന മനുഷ്യന് പറഞ്ഞുറപ്പിച്ചിരുന്ന മഹർ കൊടുക്കാൻ പോലുമുള്ള സമ്പത്ത് കയ്യിലില്ലായിരുന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അത്രയും ലളിതമായ ജീവിതമായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു പ്രവാചകൻ്റെ വീട്, പ്രവാചകൻ്റെ വീട്ടിൽ എന്തൊക്കെയായിരുന്നു സാധനങ്ങൾ ഉണ്ടായിരുന്നതെന്നൊക്കെ നമ്മൾ മദീനയുടെ ചരിത്രം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതാണ്. അത്രയും ലളിതമായ ജീവിതമായിരുന്നു പ്രവാചകൻ്റെ. അങ്ങനെ ഈ ഒരു സാഹചര്യം വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഈ പണം കടമായിട്ട് കൊടുക്കുകയും ആ കടം കൊടുത്ത 400 ദിർഹമിന് വേണ്ടിയിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മണവാട്ടി ആയിഷ ബീവി അവിടെ നിന്ന് ഇറങ്ങി പ്രവാചകൻ്റെ വീട്ടിലേക്ക് വരുന്നത്. പ്രായപൂർത്തിയായതിനു ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രം ഹദീസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഈ ഒരു 6 വയസ്സ് അല്ലെങ്കിൽ 9 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു കുട്ടിയുടെ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഒരു സാങ്കല്പികമായ ലോകത്തേക്ക് എത്തിക്കുന്നതല്ല. ഹദീസുകളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ഒരു യുവത്വത്തിലെത്തിയ സ്ത്രീയുടെ എല്ലാവിധ ശരീര ഗുണങ്ങളും ആയിഷ ബീവിക്ക് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവരുടെ ഉമ്മ പറയുന്നുണ്ട്, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല ഫലഭൂഷ്ടമായ ഭക്ഷണങ്ങൾ അവരെ നന്നായിട്ട് മറ്റു മക്കളെക്കാൾ പ്രവാചകൻ്റെ ഭാര്യ എന്ന നിലക്ക് അവരെ ഭക്ഷിപ്പിക്കുമായിരുന്നു എന്നൊക്കെ നമ്മളതിൽ ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്. അങ്ങനെയാണ് ആയിഷ ബീവിയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവരുടെ ഒരുമിച്ചുള്ള വൈവാഹിക ജീവിതം അവിടെ ആരംഭിക്കുന്നത്. അതാണ് പ്രവാചകൻ്റെയും ആയിഷ ബീവിയുടെയും വിവാഹത്തിലുള്ള ചരിത്രം. അഥവാ മദീനയിൽ അന്ന് നടക്കുന്ന വിവാഹത്തിന് വലിയ ആർഭാടങ്ങളോ സദ്യകളോ ഒന്നുമില്ല. അൻസാരികളായ സ്ത്രീകളാണ് വന്നുകൊണ്ട് ആയിഷ ബീവിയെ അണിയിച്ചൊരുക്കുന്നത്. ശേഷം പ്രവാചകൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. പ്രവാചകൻ്റെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് പാല്, ഏതോ ഒരു സ്വഹാബി സമ്മാനമായി കൊടുത്ത പാലാണത്, അവർ അത് ഗ്ലാസ്സിൽ കൊടുത്തുകൊണ്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. പ്രവാചകൻ കുടിക്കുന്നു, കുറച്ച് ആയിഷ ബീവി കൊടുക്കുന്നു. നാണത്തോടു കൂടെ അവർക്ക് കുടിക്കാൻ പോലും സാധിക്കുന്നില്ല. കുറച്ച് കുടിച്ചതിന് ശേഷം അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അൻസാരികളായ സ്ത്രീകൾക്കും ആ പാല് വിതരണം ചെയ്യാൻ പറയുന്നു. അത് മാത്രമായിരുന്നു അവരുടെ വിവാഹം. അതായിരുന്നു ആ വിവാഹത്തിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും രാജകുമാരിയായിരുന്ന ആയിഷ ബീവിയുടെയും വിവാഹത്തിൻ്റെ കഥ അത്ര ലളിതമാണ് എന്നുള്ളതാണ്. അതങ്ങനെ അവസാനിച്ചു. ചരിത്രം അവിടെ അവസാനിക്കുന്നുണ്ട്. പക്ഷേ ആ ചരിത്രം അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളതല്ല എന്ന് നമുക്ക് വളരെ തികഞ്ഞ ബോധ്യമുണ്ട്. കാരണം 19-ാം നൂറ്റാണ്ട് മുതൽ വിമർശകർ ഏറ്റവും വലിയ വിമർശനമായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഈ നമ്പുകളിലൊന്ന് ഈ ആയിഷ ബീവിയുടെ വിവാഹമാണ്. 6-ാം വയസ്സിൽ പ്രവാചകൻ ആയിഷ ബീവിയെ നിക്കാഹ് ചെയ്യുന്നു. 9-ാമത്തെ വയസ്സിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ ഒരു ശൈശവ വിവാഹത്തിനെതിരെയുള്ള സ്വരങ്ങൾ നമ്മൾ ചരിത്രത്തിൽ ഉടനീളം കാണുന്നുണ്ട്. ഇത് വിമർശകർക്കുള്ള ഒരു മറുപടി പറച്ചിലൊന്നുമല്ല. ഇത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക ആദർശങ്ങൾ പറയാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ
വിമർശകർ പല വിമർശനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അവർക്ക് എത്ര മറുപടി കൊടുത്താലും അവർ പുതിയൊരു വിമർശനമായിട്ട് വരും. അതുകൊണ്ട് അവർക്കുള്ള ഒരു മറുപടി അല്ല തികച്ചും ഇത്. നമ്മുടെ വിശ്വാസികളിൽപ്പെട്ട ആളുകൾക്ക് തന്നെ ഇതുപോലെയുള്ള വിമർശനങ്ങളൊക്കെ വരുമ്പോൾ ചില സംശയങ്ങൾ അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. 6 വയസ്സുള്ള ഒരു കുട്ടിയെ വിവാഹം ചെയ്യുകയോ 9 വയസ്സിൽ അവരെ കുട്ടി ഒരുമിച്ച് ദാമ്പത്യ ജീവിതം തുടങ്ങുകയോ എന്നുള്ള സ്വാഭാവികമായ സംശയങ്ങൾ ഉണ്ടാവാം. കേവലം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംസാരം മാത്രമാണിത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിഷ ബീവി പ്രവാചകൻ വിവാഹം കഴിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആലോചനകൾ നടക്കുന്നതിന് മുൻപേ ആയിഷ ബീവിയുടെ വിവാഹം അവരുടെ 6-ാമത്തെ വയസ്സിൽ പറഞ്ഞുറപ്പിച്ചിരുന്നെന്ന് അബൂബക്കർ തങ്ങൾ തന്നെ പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം. മാത്രമല്ല 19-ാം നൂറ്റാണ്ട് വരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനം മുതൽ ഇതുവരെ പ്രവാചകനെ പല രീതിയിൽ വിമർശിക്കുന്ന ആളുകളുടെ ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിന്, മക്കാ മുശ്രിക്കീങ്ങൾ പോലും പ്രവാചകനെ പ്രവാചകനെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറയാൻ കിട്ടുമോ എന്ന് അന്വേഷിച്ചടക്കുകയായിരുന്നു മക്കാ മുശ്രിക്കീങ്ങൾ. ചരിത്രം മുഴുവൻ എടുത്ത് പരതിയാലും 19-ാം നൂറ്റാണ്ട് വരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിക്കുന്ന ഗ്രന്ഥങ്ങളിലോ വാക്കുകളിലോ ഒന്നും പ്രവാചകന്റെ ഈ ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്നും കാണില്ല എന്നുള്ളതാണ് ചരിത്ര ബോധ്യം. അതിലൊരു അക്കാദമിക്കൽ വശം എന്താന്ന് വെച്ചാൽ ഇതൊരു പ്രൊപ്പഗണ്ടയാണ്. അഥവാ നമ്മൾ ജീവിക്കുന്ന സംസ്കാരവും കാലഘട്ടവുമാണ് ഏറ്റവും മികച്ചതെന്നും മറ്റുള്ള കാലഘട്ടവും അതിന് മുൻപുണ്ടായിരുന്ന സംസ്കാരമൊക്കെ ഏറ്റവും മോശമാണ് എന്ന് വിചാരിക്കുന്ന എന്ന തിയറി തന്നെ മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങളിലുണ്ട്. അതിൻ്റെ ഒരു പ്രേരണ മാത്രമാണ് ഇത് എന്നുള്ളതാണ്. 19-ാം നൂറ്റാണ്ട് വരെ ആരും ഈ വിമർശനത്തെ പറ്റി പറഞ്ഞിട്ടില്ല. പ്രവാചകനെ വിമർശിക്കാൻ വേണ്ടി മാത്രം എത്രയോ ഗ്രന്ഥങ്ങൾ അതിനു മുൻപ് ഇറങ്ങിയിട്ടുണ്ട്. അതിലാരും തന്നെ ഈ ഒരു വിമർശനവുമായിട്ട് കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം അതൊരു വിമർശനമായിരുന്നില്ല എന്നുള്ളതാണ്. കേവലം നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക. 10ഉം 20ഉം വർഷം മുൻപ് നടന്ന വിവാഹങ്ങളൊന്നും എടുത്തു നോക്കുക. 12-ാമത്തെ വയസ്സിലും 11-ാമത്തെ വയസ്സിലൊക്കെ വിവാഹം നടന്ന എത്രയോ ആളുകൾ, 15-ാമത്തെ വയസ്സിൽ വിവാഹം നടന്ന, അല്ലെങ്കിൽ അതിന് 10-20 വർഷങ്ങൾക്ക് വെറും മുൻപ് പോയാൽ മാത്രം നടക്കുന്ന ആ സംഭവം 1400 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9-ാമത്തെ വയസ്സിൽ ആയിഷ ബീവിയുമായിട്ട് ദാമ്പത്യ ജീവിതം ആരംഭിച്ചു എന്ന് പറയുന്നതിലെ അബദ്ധ ജടിലത എത്രത്തോളമാണെന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ചാൽ ചോറ് തിന്നുന്ന ആളുകൾക്ക് വളരെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണത്. അതിലൊരു വിമർശനത്തിൻ്റെ ഒരു നമ്മൾ പറഞ്ഞ പോലെ 19-ാം നൂറ്റാണ്ട് വരെ ആരും പറയാത്തൊരു വിമർശനമാണിത്. പിന്നീട് എങ്ങനെ ഇത് വന്നു എന്ന് നമ്മൾ വെറുതെ ചരിത്രം നിങ്ങളൊന്ന് പരന്നു നോക്കുക. 1700-കളിലും 1800-കളിലൊക്കെ വിവാഹം കഴിച്ച പ്രമുഖരായ പല ആളുകളെയും നിങ്ങൾ എടുത്തു നോക്കുക. 9-ാമത്തെ വയസ്സിലും 10-ാമത്തെ വയസ്സിലൊക്കെ വിവാഹം കഴിച്ച എത്രയോ ആളുകളെ നമ്മുടെ വല്യപ്പന്മാരുടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊരു 100, 200 അല്ലെങ്കിൽ അത്ര ഒന്നും വേണ്ട, 50, 100 വർഷങ്ങൾക്ക് മുൻപ് തന്നെ നടന്ന സംഭവങ്ങൾ നമുക്ക് കാണാം. പിന്നീട് എങ്ങനെയാണ് ഈ 1500 വർഷം മുൻപ് നടന്ന ചരിത്രത്തെ നമ്മൾ എടുത്തു നോക്കി ഇതുപോലെ വിശദീകരിക്കുന്നത് എന്നുള്ളതാണ്. അതിലെ അബദ്ധം എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതിലേറ്റവും ഉദാഹരണമായിട്ട് നമ്മൾ ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ വാഷിങ്ടൺ ഇർവിങ്ങിൻ്റെ മുഹമ്മദ് ആൻഡ് ഹിസ് സക്സസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട്. അതിലെ 69-ാമത്തെ പേജിൽ ഈ ഒരു വിശദീകരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ആയിഷ ബീവിയെ അവരുടെ 7-ാമത്തെ വയസ്സിൽ ഇവർ വിവാഹം ചെയ്യുന്നു. കാരണം അന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് പെട്ടെന്ന് അവർ പ്രായപൂർത്തിയാവുകയും അവർ വിവാഹത്തിന് വേണ്ടിയിട്ട് പ്രായമാവുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ സൂചിപ്പിക്കുന്നത് അറേബ്യയിലുണ്ടായിരുന്ന കാലാവസ്ഥയായിരുന്നു. അതിന് ഏറ്റവും പ്രധാനം ഈ ചൂടുള്ള ഏരിയകളിൽ, മരുഭൂമി പോലത്തെ സാഹചര്യങ്ങളിലൊക്കെ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് പ്രായപൂർത്തിയാവുന്നതുകൊണ്ട് തന്നെ നേരത്തെയുള്ളൊരു വിവാഹം എന്ന് മാത്രമാണ് പ്രവാചകനെ വിമർശിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഗ്രന്ഥത്തിൽ അതിൻ്റെ കാരണം പോലും പറഞ്ഞു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എത്രയോ ഗ്രന്ഥങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഗ്രന്ഥത്തിലും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ 41-ാമത്തെ പേജിലും ഈ ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ആയിഷ വാസ് എന്ന് തുടങ്ങുന്ന വരിയിൽ നമ്മൾ കാണുന്നത് ഇതേ സംഭവം തന്നെയാണ്. അറേബ്യയിലെ ക്ലൈമറ്റ് കാരണം, അതുപോലെ തന്നെ ഈ ഒരു വുമൺ പെട്ടെന്ന് അവർ പ്രായപൂർത്തിയാകുന്നു എന്നുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു വിവാഹം സംഭവിച്ചത് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ച ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ ഇത്ര നേരത്തെ വിവാഹം കഴിക്കുന്നത് സ്വാഭാവികമായി അന്നത്തെ നേരത്തെയുള്ള വിവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ പോലെയുള്ള സ്വാഭാവികമായ അല്ലെങ്കിൽ ഒരു ഏകദേശ ആയുസ് കണക്കായിരുന്നില്ല അന്നുണ്ടായിരുന്നത്. സ്വാഭാവികമാണ്
ചിന്തിച്ചാൽ കിട്ടും അന്ന് ഇത്ര മെഡിക്കൽ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രമൊന്നും ഇത്ര വളരാത്ത കാലം 1400 വർഷം മുമ്പാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ പ്രായം എന്ന് പറഞ്ഞാൽ അത്രയും ചുരുങ്ങിയതായിരുന്നു. ഇന്നത്തെ പോലെ ശാരീരികമായ ഒരാളുടെ ആയുസ് എന്നുള്ളത് ഒരു ഒരു 60-70 എന്നുള്ള വയസ്സൊന്നും അന്നില്ല. ഒരു 40-50 സ്വാഭാവികമായിട്ടുള്ള ഒരാളുടെ വയസ്സ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നേരത്തെ പെൺകുട്ടികളുടെ വിവാഹം കഴിയും. അതുകൊണ്ട് തന്നെ 9-ാമത്തെയും 10-ാമത്തെയും 11-ാമത്തെയൊക്കെ വയസ്സിൽ പെൺകുട്ടികളുടെ വിവാഹം കഴിയുന്നുള്ളത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. മാത്രമല്ല നിരന്തരമായ യുദ്ധങ്ങൾ അതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണമാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ആയുസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് അവരെ നേരത്തെ വിവാഹം ചെയ്യിപ്പിച്ചിരുന്നു എന്നുള്ളതൊക്കെയാണ് വളരെ സ്വാഭാവികമായ കാരണങ്ങൾ മാത്രമാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. ഈ ഒരു വിമർശനം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് 1905-ലാണ്. 1905 മുഹമ്മദ് ആൻഡ് ദ റൈസ് ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ഈ ഒരു വിമർശനം കാണുന്നത്. സ്വാഭാവികമാണ്, ഇന്നത്തെ സാമൂഹിക ക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ആലോചിക്കുമ്പോഴാണ്, അന്നത്തെ കാലത്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോഴാണ് ഈ ഒരു വയസ്സ് നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. ഈ മുഹമ്മദ് ആൻഡ് ദ റൈസ് ഓഫ് ഇസ്ലാം എന്നുള്ള പുസ്തകത്തിലാണ് 1905 ആദ്യമായിട്ട് ഈ ഒരു വിമർശനം നമ്മൾ കേൾക്കുന്നത് തന്നെ. അതിനു മുൻപുണ്ടായിരുന്ന ആരും ഈ ഒരു വിമർശനവുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്വാഭാവികമായ ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. പിന്നീട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ ദാമ്പത്യ ജീവിതം അവരുടെ പ്രായത്തിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് പഠിക്കലാണ് ഈ ഒരു വിമർശനങ്ങൾക്കുള്ള മറ്റൊരു മറുപടി എന്ന്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചിട്ടുണ്ട്, നബിയെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? പ്രവാചകൻ പറയുന്നത് ആയിഷ ബീവിയാണ്. പിന്നീട് ആരെയാണ് ഇഷ്ടം? അവരുടെ പിതാവിനെയാണ് എന്ന് പറയുന്ന ഹദീസ് നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ദാമ്പത്യ ജീവിതം മുഴുവനും നമ്മൾ എടുത്തു നോക്കുക, ഏതെങ്കിലും ഒരു അസുരസത്തിൻ്റെ സ്വരം പോലും അവരുടെ ജീവിതത്തിലായിട്ട് നമ്മൾ കാണുന്നില്ല. എത്രത്തോളം സ്നേഹം എന്ന് വെച്ചാൽ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ആയിഷ ബീവി ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാര്യ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തോ ഭക്ഷണം അവരുടെ സേവകൻ്റെ അടുത്ത് കൊടുത്തയച്ചപ്പോൾ അവരുടെ കൈ തട്ടി ആ ഭക്ഷണം മുഴുവനും കളയുന്ന, അത്രത്തോളം പ്രവാചകനെ സ്നേഹിക്കുന്ന, അത്രത്തോളം പൊസസീവായിട്ട് പ്രവാചകനെ സ്നേഹിക്കുന്ന ഭാര്യയായിരുന്നു ആയിഷ ബീവി എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ കാര്യത്തിൽ 3/1 ഹദീസുകളും ഇൽമുകളും നമുക്ക് ലഭിക്കുന്നത് ആയിഷ ബീവി വഴിയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിഷ ബീവിയെ വിവാഹം കഴിക്കണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു. സ്വപ്നത്തിലൂടെ നേരത്തെ കാണിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിൻ്റെ പ്രധാന കാരണം ഇതാണ്, ദീനിൻ്റെ 1/3 ഹദീസുകളായിട്ടും ഇൽമുകളായിട്ടും നമുക്ക് ലഭിക്കുന്നത് ആയിഷ ബീവിയിലൂടെയാണ്. ആയിഷ ബീവി 2000-ലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ആയിഷ ബീവി വഴിയാണ്. അത്രയും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും പാണ്ഡിത്യവുമുള്ള സ്ത്രീയായിരുന്നു ആയിഷ ബീവി. ജമൽ യുദ്ധത്തിൻ്റെ മുന്നിൽ ധീരതയോടെ നിൽക്കുന്ന ധീര പടയാളി കൂടിയായിരുന്നു ആയിഷ ബീവി എന്നുള്ളതും ചരിത്രം നമ്മൾ പഠിക്കേണ്ട വസ്തുതകളാണ്. അത്രമേൽ ദീനിനെ സഹായിക്കാൻ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സേവനം ചെയ്യാനും ഇൽമുകൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് പ്രേരിതമായത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ കൊണ്ട് പ്രാപ്തമാക്കിയത് ആയിഷ ബീവിയാണ്. അവരുടെ ബുദ്ധിശക്തിയാണ്, അവരുടെ അറിവിനോടുള്ള അടങ്ങാത്ത ആ ആഗ്രഹങ്ങളാണ് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട വസ്തുതയാണ്. ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കൽ പോലും അസുരസങ്ങളുടെയോ അല്ലെങ്കിൽ മനോവിഷമങ്ങളുടെയോ സാഹചര്യം ഒരിക്കലും വരുന്നില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രത്തോളം ആയിഷ ബീവിയെയും ആയിഷ ബീവി അത്രത്തോളം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്നേഹിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണവും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷവും സ്വഹാബത്ത് മുഴുവനും എന്തെങ്കിലുമൊക്കെ ദീനീപരമായ കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ ആദ്യം ഓടി വരുന്നത് ആയിഷ ബീവിയുടെ അടുത്തേക്കാണ്. അവർ സമൂഹത്തിൽ നിർവഹിക്കുന്ന ഒരു വലിയ റോള് നിങ്ങൾ ചിന്തിക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിലും ആളുകൾ വരുന്നത് ആയിഷ ബീവിയുടെ അടുത്തേക്കാണ്. സംശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ആയിഷ ബീവിയാണ്. കാരണം പ്രവാചകൻ്റെ കൂടെ അത്രത്തോളം സ്നേഹത്തോടെ നിലകൊണ്ടിരുന്ന അവിടുത്തെ സഹധർമ്മിണിയായ ഭാര്യയായിരുന്നു ആയിഷ ബീവി. ആ വിവാഹം അത് അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു. പ്രായത്തിൻ്റെ ചർച്ചകളൊക്കെ വരുന്നത് ആ ഒരു സംസ്കാരത്തെയും കാലഘട്ടത്തെയും 1400 മുൻപുള്ള വർഷത്തെയൊക്കെ ഇന്നത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ സ്കെയിൽ കൊണ്ട് അളക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ഉണ്ടാവുന്നത്. ചരിത്രമറിയുന്ന, ചരിത്ര ബോധ്യമുള്ള, കുറച്ചെങ്കിലും ചിന്തിക്കാൻ മനസ്സ് കാണിക്കുന്ന ആരും ആ വിമർശനമായിട്ട് ഇനിയും വരില്ല എന്ന ബോധ്യത്തോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.